കടുകിൻ്റെ എണ്ണ അല്പസമയം തലയിൽ നന്നായിട്ട് ചെറുതോടെ ചൂടാക്കി തലയിൽ അല്പസമയം തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ തലയിൽ ഉണ്ടായിരിക്കുന്ന പൊടിപൊടിയുള്ള താരനൊക്കെ കുറയാനും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനും വളരെ സഹായകരമാണ്. അപ്പോൾ കടുകെണ്ണ തേച്ച് അധിക സമയം ഇരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം അത് കഴുകി കളയാവുന്നതാണ്. കടുക് എന്തുകൊണ്ടാണ് അടുക്കളയുടെ പ്രധാന ആളായി മാറിയതെന്ന് നോക്കാം. അതായത് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ കടുക് പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആഹാരത്തിലൂടെ നമുക്ക് ഉള്ളിലേക്ക് എത്തുന്ന ഗ്യാസ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ബ്ലോട്ടിംഗ് ഒക്കെ കുറയ്ക്കാൻ കടുക് നമുക്ക് വളരെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ദഹന പ്രക്രിയ, നമ്മുടെ ഡൈജഷനെ നന്നായിട്ടൊന്ന് എൻകറേജ് അല്ലെങ്കിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കടുകിന് സാധിക്കുന്നതാണ്. കടുക് നമ്മുടെ വയർ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ശമനം കണ്ടെത്തുന്നുള്ളത് കൊണ്ട് തന്നെയാണ് കടുകിന് അടുക്കളയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത്. കടുക് പ്രധാനമായും 4 വെറൈറ്റിയിലുണ്ട്. നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് കറുപ്പ് നിറത്തിലും ബ്രൗൺ നിറത്തിലേക്കുള്ള വെറൈറ്റിയിലാണ്. അപ്പോൾ പൊതുവെ 4 വെറൈറ്റിയിലുണ്ട്. സർഷപ്പ എന്ന സംസ്കൃത നാമത്തിലാണ് കടുക് അറിയപ്പെടുന്നത്. അപ്പോൾ കടുകിൻ്റെ പ്രധാനപ്പെട്ട ചില ഉപയോഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കടുകിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്പർ 1, ഇൻഫ്ലമേഷൻ കണ്ടീഷനൊക്കെ കടുകിൻ്റെ പേസ്റ്റ് അരച്ച് തേച്ച് ഉപയോഗിക്കാറുണ്ട്. അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. രണ്ടാമതായി ചെറിയ ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പും നമ്മുടെ കടുകിൻ്റെ ഓയിൽ 1-2 ഡ്രോപ്സ് ഉപയോഗിച്ച് നമുക്ക് അത് ഗാർഗിൾ ചെയ്യാവുന്നത് വളരെ ഉത്തമമാണ്. മൂന്നാമതായി സ്കാൽപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും നമുക്ക് സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കാൽപ്പിന് അർഷൻ ഡാൻഡ്രഫിന് ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലിൽ ഇതുപോലെ 3-4 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മൾ ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് മാറി ഒരു നല്ലൊരു ഗ്ലോയിങ് ഒക്കെ സ്കിന്നിന് കിട്ടാനും സ്കിന്നിൻ്റെ ഒരു ടോൺ നിലനിർത്താനും ഈ മസാജിലൂടെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിലോ മറ്റേതെങ്കിലും ഓയിലിൽ ഇതല്പം 3-4 ഡ്രോപ്സ് മിക്സ് ചെയ്ത ശേഷം ശരീരത്തൊക്കെ ചെറുതായിട്ട് മൈൽഡായിട്ട് മസാജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സൈനസ് പോലുള്ള കണ്ടീഷനിൽ ഉണ്ടാകുന്ന നേസൽ ബ്ലോക്ക് അല്ലെങ്കിൽ അല്ലാത്ത നേസൽ ബ്ലോക്കിന് 2-3 ഡ്രോപ്സ് നമുക്ക് മുക്കിയൊട്ടിച്ച് വിടാവുന്നതാണ്. വളരെ ബ്രീത്തൊക്കെ യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ ആവി പിടിക്കാൻ കടുകിട്ട് തിളപ്പിച്ച വെള്ളത്തിലോ അല്ലെങ്കിൽ 2-3 ഡ്രോപ്സ് ബോയിൽ ചെയ്ത വാട്ടറിലേക്ക് കടുകെണ്ണ ഉപയോഗിച്ചും നമുക്ക് ആവി പിടിക്കുന്നത് കൊണ്ട് നമ്മുടെ ബ്രീത്തിങ് ഒക്കെ ഒന്ന് ഈസ് ചെയ്യാനൊക്കെ കടുകെണ്ണയിൽ ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സൊക്കെ കെയർ ചെയ്യാൻ കടുകിൻ്റെ ഡ്രോപ്സ് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് സോഫ്റ്റനാക്കും. ഇതിൽ മഗ്നീഷ്യം, കാൽഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. ടബ് ബാത്തിനും ഇത് വളരെ ഉപയോഗമാണ്. നമുക്ക് മസ്റ്റാർഡ് സീഡ് ഉപയോഗിച്ചിട്ടൊരു വാം ടബ് ബാത്ത് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അത് മസിൽ ടെൻഷൻ കുറയ്ക്കാനും റിലാക്സേഷനൊക്കെ സഹായിക്കുന്നതാണ്. നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോഡി മസാജിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ, കോക്കനട്ട്, നമുക്ക് സ്യൂട്ടാവുന്ന ഏത് ഓയിലെങ്കിലും മിക്സ് ചെയ്ത് തേച്ചാൽ നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഫേസ് മാസ്കിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് ഓയിലും റോസ് വാട്ടറൊക്കെ അപ്ലൈ ചെയ്യാം. മസ്റ്റാർഡ് ഓയിൽ ടർമറിക് കോമ്പിനേഷൻ ഉപയോഗിക്കാം. മസ്റ്റാർഡ് ഓയിൽ യോഗട്ട് ഉപയോഗിക്കാം. ഏത് കോമ്പിനേഷനായാലും അല്പം നാരങ്ങ നീരും അതിൽ ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റ് ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയും ട്രൈ ചെയ്ത് നമുക്ക് കടുകിനെ ഉപയോഗപ്പെടുത്താം. കടുകിൻ്റെ ഉപയോഗങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഒട്ടനവധി ഉപയോഗങ്ങൾ കടുകിനുണ്ടെന്ന് മനസ്സിലാക്കി. ഇനി അതിലേറെ ഉപയോഗങ്ങളുണ്ട് കടുകിന്. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾ ആദ്യം ടെസ്റ്റ് ഡോസായി നിങ്ങളുടെ കൈയുടെ ഈ ഭാഗത്തായി തേച്ച് നോക്കുക. തേച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അലർജി ഒന്നും ഫീൽ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ബോഡിയിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. കുറച്ച് പേർക്കെങ്കിലും മസ്റ്റാർഡ് ഓയിൽ അല്ലെങ്കിൽ മസ്റ്റാർഡ് അലർജി ഉള്ളവരുണ്ടായിരിക്കും. അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ തന്നെ ഒരുപാട് ഡോസ് എടുക്കാണ്ട് 1-2-3 ഡ്രോപ്സിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് അത് കംഫർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കടുകിൻ്റെ അത്ഭുത ഗുണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.